ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ എന്നതിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ വളരെ പ്രധാനമായിട്ട് ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. ഫാത്തിഹ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് നിസ്കാരം തന്നെ ബാത്തിലാക്കാൻ കാരണമാകും. ഫാത്തിഹ നല്ല രീതിയിൽ എല്ലാവർക്കും ഓതാൻ അറിയാം. മക്കാനത്ത് ഹാജി സൂറ, ഈ സൂറത്തിന്റെ സ്ഥാനം എന്താണ്? ഹാജി സൂറത്തു ഫാത്തിഹത്തുൽ കിതാബിൽ അന്നഹ ഫുതിഹ ബിഹാ കിതാബുല്ലാഹിൽ ഖുർആൻ. ഈ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബാണ്. ഇതിനൊക്കെ ഇങ്ങനെ ഫാത്തിഹ എന്നുള്ളതായ പേര് കൊടുക്കാൻ കാരണം ഫുതിഹ ബിഹ, ഈ ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങിയത്. ഈ കിതാബുല്ലാഹിൽ ഖുർആൻ, അള്ളാന്റെ കിതാബ് തുടങ്ങിയത് തന്നെ എന്ത് കൊണ്ടാണ്? ഫാത്തിഹ കൊണ്ടാണ്, അല്ലേ? ഫാത്തിഹത്തുൽ കിതാബി അഅ്ലമു സൂറത്തിൻ ഫിൽ ഖുർആൻ. ഫാത്തിഹ എന്നുള്ളത് ഖുർആനിൽ ഏറ്റവും വണ്ണമായ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ്. ഫാത്തിഹത്തുൽ കിതാബി ഉമ്മുൽ ഖുർആൻ. ഫാത്തിഹ എന്നുള്ളത് ഖുർആനിന്റെ ഉമ്മയാണ്. ലി അന്നാസുൽ ഖുർആൻ, അത് ഖുർആന്റെ അടിത്തറയാണ്. ഫാത്തിഹത്തുൽ കിതാബി ഹിയ സബഉൽ മസാനി. ഈ ഫാത്തിഹക്ക് സബഉൽ മസാനി എന്നുള്ള പേരുമുണ്ട്. ലിഅന്നഹ, കാരണം തുസ്സനാ ഫീ കുല്ലി സലാത്തിൻ ഫീ കുല്ലി സ്വലാത്തിൻ ഫീ കുല്ലി റക്അത്ത്, എല്ലാ റക്അത്തുകളിലും എല്ലാ നിസ്കാരങ്ങളിലും പരിശുദ്ധമാക്കപ്പെടുന്നതായ ഫാത്തിഹയെ വായിക്കുന്നുണ്ട്. ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഷാഫിയ്യ. ഫാത്തിഹത്തുൽ കിതാബി എന്നുള്ളത് ഇത് ഷാഫി എന്നുള്ളതായ പേര് കൊടുത്തിട്ടുണ്ട്. കാരണം ഫൈന ശിഫാ മിൻ കുല്ലിതായ എല്ലാ രോഗങ്ങളുടെയും ശമനമാണ് ഫാത്തിഹ എന്നുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വല്ലദീ നഫ്സി ബിയദിഹി മാ ഉൻസിലത്തി ഫി തൗറാത്ത് വലാ ഫിൽ ഇൻജീൽ വലാ ഫി സബൂർ വലാ ഫിൽ ഖുർആൻ മിസ്ലുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഇതുപോലത്തതായ മറ്റൊരു സൂറത്തിന് ഇറക്കപ്പെട്ടിട്ടില്ല. വൈനഹ സബ്ഉം മിനൽ മസാനി വൽ ഖുർആനുൽ അദീമുൽ ലദീ ഊതീതുഹു. തീർച്ചയായിട്ടും അത് സബ്ഉൽ മസാനിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആനെയും നൽകപ്പെട്ടിരിക്കുകയാണ്. യുസന്നു തഅവ്വുദ് ഖബ്ല അൽ ഫാത്തിഹ. ഫാത്തിഹക്ക് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ സുന്നത്തുണ്ട്. വതഅമീനു ബഅദഹ, അതിനുശേഷം ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. വകിലാഹുമാ ലൈസ മിനൽ ഖുർആൻ, അത് രണ്ടും ഖുർആനിൽ പെട്ടതല്ല. വൽ ബസ്മലതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മിനൽ ഖുർആൻ, ഖുർആനിൽ പെട്ടതാണ്. ആയത്തു മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹ എന്നുള്ള ഒരു ആയത്തും കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ പേര് കൊണ്ടാണ് എല്ലാ വിഷയങ്ങളും നമ്മൾ തുടങ്ങാറുണ്ട്. അർ റഹ്മാൻ, ഇഹലോകത്തെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ. ഇഹലോകം എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്തെ എല്ലാവർക്കും അല്ലാഹു തആല കരുണ ചെയ്യുന്നുണ്ട്, മഴ വർഷിപ്പിക്കുന്നുണ്ട്, വെയില് തരുന്നുണ്ട്. അതുപോലത്തതായ മനുഷ്യർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. അതിൽ മുസ്ലിമാണോ അല്ലെങ്കിൽ അവിശ്വാസിയാണോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാ ജനങ്ങൾക്കും അല്ലാഹു തആല ഗുണം ചെയ്യുകയാണ്. അർ റഹീം, സത്യവിശ്വാസികൾക്ക് പരലോകത്തെ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവൻ, പ്രത്യേകമായ കരുണ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതായ മനുഷ്യനിക്ക് ആഖിറത്തിൽ പ്രത്യേകമായി സ്വർഗം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. സർവസ്തുതിയും എല്ലാവിധത്തിലുള്ളതായ സ്തുതികൾ, നന്ദികൾ അല്ലാഹുവിനാണ്. ഇങ്ങനെയുള്ള അല്ലാഹു, ലോകത്തിന്റെ സംരക്ഷകനായ അല്ലാഹുവിനാണുള്ളത്. റഹ്മാനിർ റഹീം, അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അന്ത്യനാളിലാണ് നന്മ തിന്മകൾ വേർതിരിക്കുകയും അതിനൊക്കെ പ്രതിഫലം നൽകുന്നതായ ദിവസം.
അതിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആ ഇബാദത്ത് ചെയ്യുന്നു. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നത് അല്ലാഹുവിനിക്ക് വേണ്ടിയാണ്, നോമനുഷ്ഠിക്കുന്നത് അല്ലാഹുവിനിക്ക് വേണ്ടിയാണ്, എല്ലാ നല്ല കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ്. വഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും അല്ലാഹു തആലയോടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇബാദത്തും അല്ലാഹുവിനുള്ളതാണ്, നമ്മളുടെ സഹായം തേടുന്നതും അല്ലാഹുവിനുള്ളതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന, ഞങ്ങള് ഉറപ്പിച്ചു തരേണമേ, ഞങ്ങള് ചേർക്കണമേ, സിറാത്തൽ മുസ്തഖീം, നേർവഴിയിൽ. ഇവിടെ ഒരുപാട് വഴികളുണ്ട്, വ്യത്യസ്തമായ വഴികളുണ്ട്, തെറ്റായ വഴികളുണ്ട്. പക്ഷേ ആ വഴികളിലല്ല, നേരെയായ വഴിയിലാണ്. എങ്ങനെയുള്ളതായ നേരെ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. നീ അനുഗ്രഹിച്ചവരുടെ വഴി ആരുതാണ്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ, അങ്ങനെ സ്വാലിഹീങ്ങളായ ജനങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ശരിയായ വഴിയിൽ ജീവിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്ത ഒരുപാട് മുത്തഖീങ്ങളായ ആളുകൾ. അവരുടെ വഴിയിൽ നീ നിന്ന് ചേർക്കണം. പിന്നെ ആരുടെ വഴിയിലല്ല? ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ശിക്ഷക്കിരയായവരുടെ വഴിയിലല്ല. വലല്ലാഹീൻ, പിഴച്ചവരുടെ വഴിയിലും അല്ല. ഇപ്പൊ ശിക്ഷയ്ക്ക് അർഹരായ ആളുകൾ ഉണ്ടായിരുന്നു നേരത്തെ, വഴി പിഴച്ച് പോയതായ വിഭാഗമുണ്ടായിരുന്നു. അവരുടെ വഴികളിലല്ല, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് ഞങ്ങൾ നീ ചേർക്കേണ്ടത്. ഇവിടെയുള്ള തദ്രീബാത്തുകൾ നോക്കാം. നക്തുബ് അദദൽ ഹുറൂഫി അൽ ഹിജാഇയ്യത്തി ഫീ കുല്ലി കലിമ. താഴെ പറഞ്ഞിരിക്കുന്ന ഓരോ പദങ്ങൾ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. മിൻ എന്ന് പറയുമ്പോൾ 1, 2 അക്ഷരങ്ങൾ എഴുതി. ഇവിടെ അസ്ൽ എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങളാണ്. അതേപോലെ തന്നെ ഷിഫാൻ എന്ന് പറയുമ്പോൾ 4 അക്ഷരങ്ങളാണ്. ഇഞ്ചീലൻ എന്ന് പറയുമ്പോൾ 5 അക്ഷരങ്ങളാണ്. മുസ്തഖീമൻ എന്ന് പറയുമ്പോൾ 6 അക്ഷരങ്ങളാണ്. നക്തശിഫുൽ ഇജാബാത്ത് മാദാ യുസന്നു ബഅദൽ ഫാത്തിഹ, ചോദ്യങ്ങളുടെയും പിന്നെന്ത് ചെയ്യണം? അറബി അറിയാത്തവര് മലയാളം എഴുതണം. മാദാ യുസന്നു ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം എന്താണ് സുന്നത്ത്? ആമീൻ എന്ന് പറയൽ. ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ലിമ, ഫാത്തിഹയ്ക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പേര് വെക്കാൻ കാരണം എന്ത്? അത് ഖുർആനിന്റെ അടിത്തറയാണ്. മൻ ഹൗലാഇ അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ചതായ വിഭാഗമാരാണ് നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, അതേപോലെ തന്നെ പിന്നെന്ത് വേദ സജ്ജനങ്ങൾ. ഹലിൽ ബസ്മലത്തു ആയത്തു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ളതായ ഒരു ആയത്താണോ ബിസ്മി എന്നുള്ളത്? അതെ, ഖുർആനിൽ പെട്ടതാണ്. ലിമ തുസമ്മൽ ഫാത്തിഹത്തു ബിശ്ശാഫിയ, ഫാത്തിഹക്ക് ഷാഫിയ എന്നുള്ളതായ പേര് കൊടുക്കാൻ കാരണം എന്താണ്? എല്ലാ രോഗങ്ങൾക്ക് ശമനം നൽകും. നുകബ്ബിനുൽ ജുമല കമാ ഫിൽ മിസാൽ ഫി സൂറത്തുൽ ഫാത്തിഹത്തി 7 ആയാത്ത്. താഴെ കൊടുത്തിരിക്കുന്നതായ ഡാഷ് ഫില്ലപ്പ് ചെയ്യണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയാത്തിന് 7 ആയത്തുകളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഫി സൂറത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട്? 4 ആയാത്തിൻ, 4 ആയത്തുകൾ. ഫി സൂറത്തിൻ നാസി, സൂറത്തുൻ നാസിൽ എത്ര ആയത്തുകളുണ്ട്? 6 ആയാത്തിൻ, 6 ആയത്തുകൾ അല്ലേ? അടുത്ത പേജ് ഒന്ന് മറിച്ചു നോക്കാം. ഇവിടെ അല്ലാഹു ഹുവർ റഹ്മാൻ എന്ന് പറയുമ്പോൾ അല്ലാഹു ആകുന്നത് റഹ്മാനാണ്. അല്ലാഹു ഹുവർ റഹീം, അല്ലാഹു റഹീമാണ്. അല്ലാഹു വൽ ഗഫാർ, ഇവിടെ ഹവാനായിട്ടുണ്ട്, ഹുവ എഴുതണം. ഹുവൽ ഗഫാർ, അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവരാണ്. ഫാത്തിഹത്തുൽ കിതാബിഹി ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ളത് അത് ഖുർആനിന്റെ ഉമ്മയാണ് എന്ന് പറയും.
അതേപോലെ തന്നെ ഫാത്തിഹത്തുൽ കിതാബ് പിന്നെന്താണ് അഷ്ഷാഫിയ, ഷാഫിയാണ്, ഷിഫ നൽകും. അതേപോലെ തന്നെ ഈ സബുൽ മസാനി, അത് സബുൽ മസാനിയാണ്. ഈ അസ്റുൽ ഖുർആൻ, അത് ഖുർആന്റെ അടിത്തറയാണ്. മുഫസ്സിർ ഫീ ലുഗത്തിന, നമ്മളുടെ ഭാഷയിലായിട്ട് ആയത്തുകളുടെ പിന്നെ അർത്ഥങ്ങൾ ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതികളും ലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു തരണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഈ പാഠത്തിന്റെ അവസാനത്തെ പേജാണ് തഖ്സീസ് നഇദ് ഫിക്റതൻ അനിസ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി എന്നതിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറ് ചെയ്യേണ്ടതുണ്ട്. ചൊവ്വായ വഴികളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സജ്ജനങ്ങൾ. അവരെ കുറിച്ചിട്ടും നമ്മൾക്ക്, അതേപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ കുറിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 73 പാർട്ടികളിൽ നിന്നുള്ള ഏക ഒരു വിഭാഗം മാത്രമാണ് അഹ്ലുസുന്നത്തുൽ ജമാഅ എന്നതിനെ കുറിച്ചിട്ടും ഉൾപ്പെടുത്തി നമ്മൾക്ക് ഈ വരിയിൽ എഴുതാവുന്നതാണ്. ഈ പാഠത്തിന്റെ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഖൈറായ രീതിയിൽ പഠിക്കാനും ഉയരാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.